ഗുഡ് മോർണിംഗ്. ഇന്ന് ഓഗസ്റ്റ് 30. വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടനാടിന്റെ ഓളപ്പരപ്പുകളിൽ ചുണ്ടൻ വള്ളങ്ങൾ പ്രൗഢി ഉണർത്തി കുതിച്ചു പായുമ്പോൾ, കായലോളങ്ങളിൽ തെളിനീർ തുടിച്ച് പാൽനിറമാകുമ്പോൾ, ഒരു കായിക വിനോദം എന്നതിലുപരി കേരളത്തിന്റെ തനതായ സംസ്കാരവും ചരിത്രവും ആചാരവും കലർന്ന ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു നമ്മുടെ സ്വന്തം വള്ളം കളി. വില്ലുപോലെ വളഞ്ഞ മുന, ഉയർന്ന പുറം, ഒരു പുഴയുടെ തന്നെ ഭംഗിയെ ഇരട്ടിയാക്കുന്ന രൂപം, ഇതാണ് ചുണ്ടൻ വള്ളങ്ങളെ മറ്റു വള്ളങ്ങളിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നത്. മരവഞ്ചി നിർമ്മാണത്തെക്കുറിച്ചുള്ള പുരാതന ഗ്രന്ഥമായ സ്ഥപത്യവേദത്തിലെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി നിർമ്മിച്ച ചുണ്ടൻ വള്ളം പുരാതന കേരളത്തിന്റെ നാവിക വാസ്തുവിദ്യയിലെ വൈദഗ്ധ്യത്തിന്റെ മികച്ച ഉദാഹരണമാണ്. ഒരു സാധാരണ ചുണ്ടൻ വള്ളത്തിന് 138 അടി നീളമുണ്ട്. 100-ലധികം തുഴക്കാർക്കും ഇത് സൗകര്യപ്രദമാണ്. കേരളത്തിൽ പണ്ട് നാവിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന വള്ളമാണ് ചുണ്ടൻ വള്ളം. വള്ളത്തിന്റെ മുൻവശത്തിന് ഒരു കൊക്കിന്റെ ആകൃതിയോട് സാമ്യമുള്ളതിനാൽ നാട്ടുകാർ ഇതിന് ചുണ്ടൻ വള്ളം എന്ന് വിളിപ്പേര് നൽകി. ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണന്റെ കാലത്ത് രൂപകൽപ്പന ചെയ്ത ഈ ഗംഭീരമായ വള്ളങ്ങളുടെ ചാരുത ലോകമെമ്പാടും പ്രസിദ്ധമാണ്. ഈ പാരമ്പര്യത്തിൽ നിന്നാണ് ആലപ്പുഴയുടെ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളം കളി പിറന്നത്. 1952 ജവഹർലാൽ നെഹ്റു പുന്നമടക്കായൽ സന്ദർശിച്ചതിനു ശേഷം ഒരു പ്രാദേശിക വള്ളം കളി മത്സരത്തിൽ ആകൃഷ്ടനായി. ആ അവസരത്തിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹം ഒരു വെള്ളി ട്രോഫി സമ്മാനിച്ചു. അതിനുശേഷം എല്ലാ വർഷവും ആലപ്പുഴയിലെ പുന്നമട തടാകത്തിൽ നെഹ്റു ട്രോഫി വള്ളം കളി അരങ്ങേറുന്നു. കേരളത്തിന്റെ തനതായ ഒരു കായിക ഉത്സവമാമാങ്കം. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളം കളി ഇന്ന് ആലപ്പുഴയിലെ പുന്നമട തടാകത്തിൽ നടക്കും. ആകെ 75 വള്ളങ്ങളാണ് പങ്കെടുക്കുക. ഇതിൽ പ്രധാന മത്സരത്തിൽ 21 ചുണ്ടൻ വള്ളങ്ങൾ ആധിപത്യത്തിനായി പോരാടും. പല്ലത്തുരുത്തി, കുമരകം ടൗൺ, നിരണം ബോട്ട് ക്ലബ് തുടങ്ങി പ്രശസ്ത ടീമുകൾ പങ്കെടുക്കും. വിജയികളെ കണ്ടെത്തുന്നതിൽ കൂടുതൽ കൃത്യത ഉറപ്പാക്കുന്നതിനായി സംഘാടകർ ഒരു യന്ത്രവൽകൃത സ്റ്റാർട്ട് ആൻഡ് ഫിനിഷിംഗ് സിസ്റ്റം അവതരിപ്പിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ വർഷത്തിനുണ്ട്. മില്ലി സെക്കൻഡ് വ്യത്യാസങ്ങൾ പകർത്താൻ കഴിവുള്ള ടൈം ലാപ്സ് റെക്കോർഡിംഗ് സജ്ജീകരണവും ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറുവള്ളം കളികൾ രാവിലെ 11 മണിക്ക് ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും സിംബാബ്വേയിൽ നിന്നുള്ള വിശിഷ്ട അതിഥികളും പരിപാടിയിൽ പങ്കെടുക്കും. പരിസ്ഥിതി പ്രശ്നങ്ങൾക്കിടയിൽ വയനാട് തുരങ്കപാത പദ്ധതി മുഖ്യമന്ത്രി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. പശ്ചിമഘട്ടത്തിലൂടെ ഏകദേശം 8.11 കിലോമീറ്റർ ദൈർഘ്യമുള്ള 2134 കോടി രൂപയുടെ അനക്കാംപൊയിൽ കല്ലപ്പടി മേപ്പാടി തുരങ്ക റോഡ് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. യാത്ര, കൃഷി, ടൂറിസം എന്നിവ മെച്ചപ്പെടുത്തുമെങ്കിലും പരിസ്ഥിതി ലോലവും മണ്ണിടിച്ചിൽ സാധ്യതയുമുള്ള പ്രദേശങ്ങളിലൂടെയുള്ള പാതയെക്കുറിച്ച് പരിസ്ഥിതി പ്രവർത്തകർ ആശങ്കാകുലരാണ്. ഓണം ഇങ്ങെത്തിയപ്പോൾ യാത്രാ തിരക്കുകൾ കുതിച്ചുയരുന്നു. നാട്ടിലേക്കെത്തുവാൻ യാത്രക്കാർ ബുദ്ധിമുട്ടുന്നു. ഓണം അടുത്തെത്തിയതോടെ ഗതാഗത മാർഗങ്ങളിലുടനീളം യാത്രാ ചെലവുകൾ കുതിച്ചുയരുന്നു. കർണാടക കേരള ബസ് നിരക്കുകൾ ഇരട്ടിയിലധികമായി. ട്രെയിൻ ടിക്കറ്റുകൾ വേഗത്തിൽ വിറ്റുതീർന്നു. പ്രധാന നഗരങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാന ടിക്കറ്റ് 900 മുതൽ 15,000 വരെയാണ്. ഓണം പ്രമാണിച്ച് പ്രത്യേക സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ടിക്കറ്റ് നിരക്കിൽ കുറവില്ല. അതിനിടയിൽ ഒരു ആശ്വാസ വാർത്ത എന്തെന്നാൽ ഓണക്കാല യാത്രാ ആവശ്യം കണക്കിലെടുത്ത് ഇന്ത്യൻ റെയിൽവേ അധിക ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചു. ഓണക്കാലത്ത് ബംഗളൂരു, ചെന്നൈ, മംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ആകെ 92 പ്രത്യേക ട്രെയിൻ സർവീസുകളാണ് ഉണ്ടാവുക. ബംഗളൂരുവിൽ നിന്ന് മലബാർ വഴി മംഗലാപുരത്തേക്കുള്ള പ്രത്യേക ട്രെയിൻ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് യാത്ര ആരംഭിക്കും. UPI രാജ്യവ്യാപകമായി ക്രെഡിറ്റ് ആക്സസ് വ്യാപിക്കുന്നു. ക്രെഡിറ്റ് വിടവുകൾ നികത്തുന്നതിനായി UPI ഇപ്പോൾ പ്രയോജനപ്പെടുത്താം. സ്വർണം, സ്വത്ത്, നിക്ഷേപങ്ങൾ എന്നിവയാൽ പിന്തുണയ്ക്കപ്പെടുന്ന വിവിധ ക്രെഡിറ്റ് ലൈനുകളെ UPIയുമായി ബന്ധിപ്പിക്കാമെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇടപാടുകൾക്കോ പണം പിൻവലിക്കലുകൾക്കോ ഈ വായ്പകൾ UPI വഴി നേരിട്ട് ഉപയോഗിക്കാം. വാർത്ത വീണ്ടും തുടരും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ്.